ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഏട്ടത്തി ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. അവർക്ക് ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല. ആർക്കെങ്കിലും നേരെ എന്തെങ്കിലുമൊക്കെ പാരയായിട്ട് ഇവിടെ എവിടെയെങ്കിലും നടപ്പുണ്ടായിരിക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എടുത്തേ വിളിക്കാം. ശരി, നീ വിളിക്ക. എന്താടോ, എന്തത്ര വലിയ ആലോചന? താനിപ്പോ ആരെ വിളിച്ചേ? ഞാൻ സ്നേഹയെ വിളിച്ച് അവിടുത്തെ കാര്യങ്ങളൊന്നും അന്വേഷിച്ചതാ. തനിക്ക് നല്ല ടെൻഷൻ ഉണ്ടല്ലോ, എന്താ കാര്യം? എനിക്ക് നല്ല ടെൻഷനുണ്ട് സച്ചേട്ടാ. അനുപേട്ടന്റെ കാര്യം ആലോചിച്ചിട്ടാണോ? അതൊന്നും സാരമില്ല, എന്തു വന്നാലും നമുക്കതിനെ നേരിടാം. ഞാൻ ഗർഭിണിയായതിന്റെ ദോഷം കൊണ്ടായിരിക്കും ഇതൊക്കെ. താൻ ഇത്രയ്ക്ക് അന്ധവിശ്വാസിയാണോ? ആകെ അങ്ങനെ കാര്യം പറയുന്നത് ആ അവന്തികടത്തി മാത്രം. അത് പിന്നെ വാ പോയ കോടാലിയ. താനത് കാര്യാക്കണ്ട. അതല്ല സച്ചേട്ടാ, എനിക്കതൊന്നും അങ്ങനെ നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല. നമുക്ക് നാളെ രാവിലെ തന്നെ തിരിച്ചു പോകണം. പോവാനോ? 2 ദിവസം ഇവിടെ നിൽക്കാനല്ലേ നമ്മൾ വന്നത്? 2 ദിവസം ഇവിടെ നിൽക്കുന്നത് എനിക്ക് സന്തോഷം തന്നെയാണ്. പക്ഷേ നമ്മളിവിടെ നിന്നാ നെല്ലിശ്ശേരിയിൽ അത് വലിയ കുഴപ്പങ്ങൾക്ക് കാരണമാവും. എന്തു കുഴപ്പം? സച്ചേട്ടാ, ഞാൻ സച്ചേട്ടനോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ, ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. നന്ദേട്ടനും അവന്തികടത്തിയും തമ്മിൽ ആ പ്രശ്നം ഉണ്ടായത്. എന്ത് പ്രശ്നം? അത് ചെറിയൊരു പ്രശ്നമല്ല. നന്ദേട്ടൻ അവന്തികടത്തെ തല്ലുന്നത് വരെ എത്തിയ കാര്യങ്ങൾ. സത്യത്തില് എന്താ ഇപ്പൊ ഉണ്ടായത്? നമ്മള് വരുന്ന വഴിക്ക് സന്ധ്യ ഡോക്ടറെയും നന്ദേട്ടനെയും കണ്ടില്ലേ? അവിടെ വെച്ച് സന്ധ്യ ഡോക്ടർ വൊമിറ്റ് ചെയ്തത് ഗർഭിണി ആയതുകൊണ്ടാണെന്ന് പറഞ്ഞ അവന്തികടത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചു. അവന്തികടത്തെയും സന്ധ്യ ഡോക്ടറെ വീട്ടിൽ പോയി തല്ലി. അതറിഞ്ഞിട്ട് നന്ദേട്ടൻ അവന്തികടത്തെ തിരിച്ചു തല്ലി. ഇതെല്ലാം നമ്മുടെ കുഞ്ഞിന്റെ കുഴപ്പമാണെന്ന് ആരെങ്കിലും പറഞ്ഞു വരുത്തിയ എനിക്കത് സഹിക്കാൻ കഴിയില്ല സച്ചേട്ടൻ. നാളെ അമ്പലത്തിലെ പൂജയൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ തിരിച്ചു പോകണം. ഇതിനൊക്കെ എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തണം. ഇതില് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? പണ്ട് ഞാൻ അവരെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പൊ എനിക്കതിന് സാധിക്കില്ല. അച്ഛന്റെ മനസ്സ് വിഷമിക്കുന്ന ഒരു കാര്യത്തിനും എനിക്ക് കൂട്ടു നിൽക്കാൻ പറ്റില്ല. താൻ പറയുന്ന കേട്ടിട്ട് എനിക്ക് പേടി തോന്നുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, രാവിലെ തന്നെ പോവാം. ഒരു ചെറിയ അവസരം കിട്ടിയാൽ പോലും നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ പേരും പറഞ്ഞ് അവന്തികടത്തി നെല്ലിശ്ശേരി വീടിനെ ഒരു യുദ്ധക്കളമാക്കി മാറ്റും. അത് അനുവദിക്കാൻ എനിക്ക് പറ്റില്ല.